ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബീച്ചിലാണല്ലോ കേട്ടോ. ഒരു ചെറിയ കാഴ്ച കാണിച്ചാൽ വേണ്ടി വന്നിട്ടുണ്ട് ബീച്ചിൽ. ഇവിടെ കടലിൽ മീൻ പിടിക്കാൻ പോകണ്ടാവുന്ന ഒരു പ്രത്യേകതര ഒരു സാധനമുണ്ട്. പ്രത്യേകതരം ഒന്നും പറയാൻ പറ്റില്ല, ഒരു നല്ല അടിപൊളി ഒരു സാധനം. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെ ആ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു കടല് ശരിക്കും കാണിച്ചിട്ടാ. നല്ല കാറ്റുണ്ട്, സൂപ്പർ കാറ്റാണ്. അടിപൊളിയാണ് അല്ലേ, നല്ല അടിപൊളി കാറ്റാണ്. കാറ്റൊരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് കാഴ്ചകളെ കാണിച്ചില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീട്ടിലേക്ക് എത്തിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ബോട്ടാട്ടോ, മേലെ ഓല മേഞ്ഞൊരു ബോട്ട്. ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാട്ടോ. അവിടെ വന്ന് മീൻ പിടിക്കാൻ പോകുന്നതാണ്. ഒരു ചെറുതത് അവിടെ അപ്പുറത്തുണ്ട്. ഇതൊക്കെ അതിനോട് സംബന്ധമായിട്ടുള്ള ബോട്ടുകളാണ്. നേരെ ഞാൻ അതിൻ്റെ ഇത് കാണിച്ചതാണ്. ഈ സാധനം ഇതാണ് വല അല്ലേ. ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മീൻ കയറുക. മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ പഴയ കുബൂസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പഴയ കുബൂസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നേരെ കടലിലേക്ക് കെട്ടിത്താത്തും. പിന്നെ അതിന് ശേഷം മീൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇതൊക്കെ കടലിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ കടലിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതിലൂടെ കുബൂസ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പിന്നെ ഇത് കടലിൽ കെട്ടിത്താത്തലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവർ വീണ്ടും കുറേ നേരം കഴിഞ്ഞാൽ പോയിട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ അതിൽ മീനുണ്ടാവും. പിന്നെ പഴയ കുബൂസൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്, പഴയ വേസ്റ്റായ കുബൂസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. വല്ല പ്രത്യേകിച്ചുള്ള സംഭവങ്ങളൊന്നുമല്ല, പഴയ കുബൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് നമ്മളെ നാട്ടിൽ നമ്മൾ നെണ്ടിനെ പിടിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഈ സംഭവത്തിന് ഇവർ ചെയ്തിട്ടുള്ളത്. സംഭവം അടിപൊളി സാധനം കേട്ടോ. അത് പുതിയതാണ്, പഴയതായിട്ട് അവർ പോയിക്കണം. ഇത് പുതിയ സാധനമാണ്. ഇതിപ്പോൾ കൊടുന്ന് ഇറക്കി വെച്ച സാധനം കേട്ടോ. അത് കടലിൽ കൊണ്ടുപോയിട്ടില്ല, അത് ഇവിടെ ഇറക്കി വെച്ച സാധനമാണ്. അല്ലേ, അതാണ് സംഭവം കേട്ടോ. അടിപൊളി സാധനമാണ്. അതിൻ്റെ ശരിക്കുള്ള സംഭവം അല്ല, അങ്ങനെയാണത് വരിക. അങ്ങനെ വരിക. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ കയറ് കെട്ടിത്താത്തും. അല്ലെങ്കിൽ ഈ സൈഡിൽ കയറ് കെട്ടുള്ളതുണ്ട്. ഇത് അവിടെ കെട്ടിത്താത്തും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മീൻ കയറും. അതിനപ്പുറത്തൊരു ഹോളുണ്ട്, അത് അടക്കും. ആ സമയത്ത് അതിനടക്കാനുള്ള ഡോറുണ്ടായിരുന്നു. ഡോർ ഞാൻ കാണിച്ചത്. ഇതിലൂടെ മീനിനെ എടുക്കുകയൊക്കെ ചെയ്യുക. ഇതൊരു ഡോറാട്ടാ. ഇതിങ്ങനെ ഇവിടെ കെട്ടി വെക്കും. ഈ സൈഡിൽ ഇങ്ങനെ കെട്ടി വെക്കും. ഇതൊരു ഡോറാണ്. ഇതിലൂടെ മീനിനെ എടുക്കാനുള്ളത്, മീൻ കയറാനുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അടിപൊളി സാധനമാണ്, രസമുണ്ട്. കൂടുതലായിട്ട് മക്കളെ കടൽ കൂടുതലാണ്. നല്ല പച്ചയായിട്ടുള്ള രസമുള്ള വെള്ളം. ബാക്കിയായിട്ട് കിടക്കുന്നത് കാറ്റുള്ളതുകൊണ്ട് അത്യാവശ്യം ഇത്ര തരൊന്നും ഉണ്ടാവില്ല. കാറ്റിലുള്ളത് അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക വൈബിനാണ്. രസമാണ്. ആൾക്കാർ നടക്കുന്നതായിട്ട് സൂപ്പറായിരിക്കും. അതൊരു തുരുത്താട്ടാ, ഒരു ദ്വീപാണത്. ആ ശൈഖന്മാരെ വന്നു കൊല്ലൊക്കെ ടൈമിലത് ശൈഖന്മാരുടെ ശൈഖന്മാർക്ക് മാത്രമല്ല അവർ ഇടയ്ക്കൊന്നും എൻജോയ് ചെയ്യുന്നതല്ല.
അപ്പോൾ ഈ സാധനം കണ്ടപ്പോഴേ ഒന്ന് കാണിച്ചിരുന്നു, നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരണ്ട് വന്നത്, വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം കൂടുതൽ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു എന്തായാലും അതൊരു വീഡിയോ ആക്കണം. വേറെ രസമുണ്ട്, സംഭവം രസമുള്ളൊരു പരിപാടി. അതിനുള്ളിൽ കൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മറ്റേ ഈ കുപ്പൂസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കടലിൽ താത്ത്. നമ്മുടെ നാട്ടിൽ നെണ്ടിനെ പിടിക്കുന്നൊരു പരിപാടി. നമ്മുടെ നാട്ടിൽ ആദ്യം നെണ്ടിനെ പിടിച്ചിരുന്ന അങ്ങനെയല്ലോ, ഒരു സൈക്കിളിൻ്റെ വീലിൻ്റെ വല കെട്ടിയിട്ട് അതിൽ മറ്റേ ഇറച്ചോ എന്തെങ്കിലുമൊക്കെ ഇട്ടെടുത്തിട്ട് കെട്ടിത്താത്തിയിട്ട് കുറേ കഴിഞ്ഞിട്ട് പോയിട്ട് പൊന്തിക്കുക. അപ്പോൾ അതിൽ നെണ്ടുണ്ടാവും. അതേ സിസ്റ്റം തന്നെയാണ്. അതിന് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി എന്താ പറയുക, ഒന്ന് ആധുനികവൽക്കരിച്ചിട്ടുള്ളൊരു സാധനം, മൂടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുള്ളൊരു സാധനം. അതാണ് സംഭവം. അപ്പോൾ രസമുണ്ട്, അടിപൊളി സാധനമാണ്. ഞാൻ മീനിനെ അതിൽ പിടിക്കുന്നത് കണ്ടിട്ടില്ല, അതൊരു ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ നോക്കിയിട്ടില്ല. വലയിട്ടിട്ട് പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇവിടെ നമ്മളിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. പക്ഷെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മീനിനെ പിടിക്കുന്ന സാധനമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, അവിടെ ഇറക്കുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ മീനിനെ പിടിക്കുന്നൊരു സാധനമാണ്. അത് ചില സമയങ്ങളിലാണ് കേട്ടോ, അതിന് ഓരോ സീസൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ സീസണാണ് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് പുതിയതൊക്കെ കൊടുന്ന് ഇറക്കിയിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സീസൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വലയിട്ട് പിടിക്കുന്ന ഇഷ്ടം പോലെ നമ്മളിവിടെ കാണലുണ്ട്. നമ്മളിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലയിട്ട് പിടിക്കുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇത് കൊടുന്ന് ഇറക്കിയിട്ടുള്ളത്. അപ്പം ഇനി ഇതായിട്ടായിരിക്കും പണിക്ക് പോകാം. പണിക്കല്ല, വെറുതെ പോകുന്ന കേട്ടോ, അറബികൾ പോകുന്ന അവർ രസത്തിന് പോയിട്ട് വെറുതെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതല്ല, അത് പണിക്ക് വെച്ചിട്ട് പോകുന്നതല്ല. അവരുടെ ബോട്ടുകളൊക്കെ അവിടെ ഇരിക്കണം, നിങ്ങൾ കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന അവരുടെ ബോട്ടുകളൊക്കെയാണ്. വേറെയും ബോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ അപ്പുറത്താണ്. പിന്നെ അങ്ങനെ ഇനി കുറേ നടക്കണം, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. നമ്മളെ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് വീഡിയോകൾ എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളെ ഭാഗത്ത് എനിക്ക് ചെയ്തു തരാനുള്ളൊരു സഹായം, നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. അപ്പോൾ എന്തായാലും ഈ കാഴ്ചയോടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നല്ല കാറ്റുണ്ട് കടപ്പുറത്ത്, തണുപ്പുമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട്. ഇതൊക്കെയാണ് ബീച്ചിലത്തെ കാഴ്ചകൾ, ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോകൾ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.